ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ രേവതി സച്ചിയുടെയും വരാനിരിക്കുന്ന കിഡിലൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാത്രമല്ല, നമ്മുടെ 2024 അവസാന ദിവസമാണ്. ഇനി വരുന്ന വർഷം എല്ലാവർക്കും നല്ല അടിപൊളിയാകട്ടെ, എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ആ ഒരു കഥയിലേക്ക് പോകാട്ടോ. എന്തൊക്കെയാണ് വരാനിരിക്കുന്ന എപ്പിസോഡ്, എന്തൊക്കെയാണ് നമ്മുടെ രേവതി സച്ചിയുടെയും ജീവിതത്തിലെ വിശേഷങ്ങൾ. അപ്പോൾ ഇതൊക്കെ അറിയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകളൊക്കെ ഇടുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് മറ്റ് ചാനലുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം, ചാനലും ചാനലിൻ്റെ പേരും ഒക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ കഥയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ വർഷയും ശ്രീകാന്തും കൂടി ഇങ്ങനെ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് സംസാരിക്കുകയാണ്. എന്തായാലും വർഷയുടെ ആ ഒരു മൊരട്ട് സ്വഭാവം ശ്രീകാന്തിന് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. ശ്രീകാന്തിന് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നല്ല, നമ്മുടെ പ്രേക്ഷകർക്ക് അത്രയ്ക്ക് വലിയ ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവൾക്ക് അവളുടേതായ ഒരു രീതിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇവനെ ഒരു അടിമയാക്കുന്ന രീതിയിലാണ്. എനിക്കിഷ്ടമുള്ളത് മാത്രം നീ കഴിച്ചാൽ മതി, നിനക്കിഷ്ടമുള്ളത് നീ അത് മാറ്റി വെക്കണം, എനിക്കിഷ്ടപ്പെട്ടത് നീ ഇഷ്ടപ്പെടണം, ഞാൻ ഇഷ്ടപ്പെട്ടത് വേണം ഇനി നീ കഴിക്കാനായിട്ട് എന്നൊരു ചിന്താഗതിയൊക്കെയാണ്. ഇതെന്താ പുതിയ റൂളൊക്കെ എന്ന് ശ്രീകാന്ത് ഇങ്ങനെ ചോദിക്കുകയാണ്. അതാണ് എൻ്റെ റൂള് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ ശ്രീകാന്തിനെ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് കേട്ടോ, സ്നേഹത്തിൻ്റെ പേരിൽ. എന്തായാലും നിനക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഒരിക്കലും എനിക്കിഷ്ടപ്പെട്ടതാവില്ല, പക്ഷേ എനിക്കിഷ്ടപ്പെട്ടതാവണം നിനക്ക് ഇഷ്ടപ്പെടേണ്ടത്. ഓഹോ, ആ റൂളൊക്കെ ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ നടക്കുമോ എന്നൊക്കെ നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ ചോദിക്കുക. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സച്ചിയും രേവതിയും അങ്ങോട്ടേക്ക് വരുന്നത്. പെട്ടെന്ന് തന്നെ സച്ചി റെസ്റ്റോറൻറ്റിലേക്ക് വന്ന് സ്റ്റക്കായി, ഈ ശ്രീകാന്തിനെ കണ്ട് സ്റ്റക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെന്ത് പറ്റി പെട്ടെന്ന് നിന്നുപോയത് എന്ന് രേവതി ചോദിച്ചപ്പോഴാണ്, വേണ്ട നമുക്ക് ഈ റെസ്റ്റോറൻറ്റ് വേണ്ട, നമുക്ക് വേറെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോകാമെന്ന് സച്ചി ഇങ്ങനെ പറയുകയാണ്. ഈ റെസ്റ്റോറൻറ്റ് എനിക്ക് ഇഷ്ടമല്ല എന്ന് സച്ചി പറഞ്ഞപ്പോഴേക്കും, അതിന് നമ്മൾ ഇവിടെ വന്നൊന്നും കഴിച്ചില്ലല്ലോ, കഴിച്ചു നോക്കിയാലല്ലേ ഫുഡൊക്കെ ഇഷ്ടമാവോ ഇല്ലയോ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ സച്ചി ദേഷ്യത്തോട് കൂടിയിട്ട് ഈ ശ്രീകാന്ത് ഇരിക്കുന്ന ഭാഗത്തേക്ക് നോക്കുക. അപ്പോഴാണ് രേവതിയും കാണുന്നത് ശ്രീകാന്തും വർഷയും അവിടെ ഇരിക്കുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ ശ്രീകാന്തും കാണുകയാണ് സച്ചേട്ടൻ അവിടെ വന്ന് നിൽക്കുന്നത്. സച്ചേട്ടാ, ഏട്ടത്തി എന്നൊക്കെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുക. പക്ഷേ ശ്രീകാന്ത് വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ്, സ്നേഹത്തോട് കൂടിയിട്ടാണ് ചെല്ലുന്നത്. എത്ര ദിവസമായി ഏട്ടാ കണ്ടിട്ട്, സുഖമായിട്ടിരിക്കുന്നോ, സന്തോഷമായിട്ടിരിക്കുന്നോ ഏട്ടത്തി? എന്തായാലും നിങ്ങളിപ്പോൾ ഇത് കാണുന്നു വിചാരിച്ചതേ ഇല്ല, ബാ കഴിക്കാൻ നമുക്ക് വല്ലതും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് ഭയങ്കര സന്തോഷത്തിൽ സച്ചിയെ വിളിച്ച് കയ്യിലേക്ക് കയറി പിടിക്കുക. കൈ വിടറ എന്നും പറഞ്ഞ് സച്ചി അങ്ങോട്ട് തുടങ്ങിയില്ലേ. വർഷം ഇതൊക്കെ കൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഇതുവരെ എന്നോടുള്ള ദേഷ്യം മാറിയില്ലേ എന്ന് ശ്രീകാന്ത് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, നിന്നോടുള്ള ദേഷ്യം മാറാനോ, ഒരിക്കലും നിന്നോടുള്ള ദേഷ്യം മാറില്ല, അപ്പം ദേഷ്യപ്പെടല്ലേ എന്ന് രേവതിയും പറയുന്നുണ്ട്. ദേഷ്യപ്പെടാതെ ഇവൻ എന്തിനാ എൻ്റെ മുമ്പിൽ വന്നിങ്ങനെ നിൽക്കുന്നത്, എന്നോട് സംസാരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ഞാൻ എത്ര സന്തോഷിക്കുന്നുണ്ടെന്നറിയാവോ ഏട്ടാ നിങ്ങളെ കണ്ടതിൽ, ഇവിടെ വെച്ച് നിങ്ങളെ കണ്ടതിൽ എത്ര നാളായി വീട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നറിയാവോ, ബാ ഏട്ടാ നമുക്ക് ഇരുന്ന് സംസാരിക്കാം. അപ്പോഴേക്കും നമ്മുടെ സച്ചി എന്ത് ചെയ്തു, ഇവൻ കയ്യിലേക്ക് കയറി പിടിച്ചതും ആ കൈ അങ്ങോട്ട് വെടിവെച്ച് തട്ടി മാറ്റിക്കൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ടോ മാറുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു സച്ചി അവനെ പിടിച്ചൊരു തള്ള്. അപ്പോഴേക്ക് റെസ്റ്റോറൻറ്റിൻ്റെ ഓണറൊക്കെ അങ്ങോട്ട് വെക്കാൻ, ഇവിടെ എന്താ പ്രശ്നം? പ്രശ്നമൊന്നും ഇല്ല, എൻ്റെ ഏട്ടനാണ് എന്ന് ശ്രീകാന്ത് ഇങ്ങനെ പറഞ്ഞ് ഓണറെ അങ്ങ് മാറ്റിവിടുക. ആരാടാ നിൻ്റെ ഏട്ടൻ? അപ്പം നമ്മുടെ വർഷ ചോദിച്ചു, എന്തിനാ ഇപ്പം ദേഷ്യപ്പെടുന്നത്, ഇവിടെ കിടന്ന് ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അപ്പോൾ രേവതി അന്നേരം ഇടയ്ക്ക് കയറി കേട്ടോ. രേവതി ചോദിച്ചു, ദേഷ്യപ്പെടാതെ എന്ത് ചെയ്യും? നിങ്ങൾ ചെയ്തത് പ്രവൃത്തി അതുപോലെയുള്ളതല്ലേ, ദേഷ്യപ്പെടാതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റുമോ? നിങ്ങൾ രണ്ട് പേരും കാരണം ഞാനാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടിരിക്കുന്നത്, ഞാനാണ് ഏറ്റവും കൂടുതൽ വഴക്ക് കേട്ടത്. ഞാൻ എത്ര നേരം നിങ്ങളോട് പറഞ്ഞതാ, എത്ര നേരം നിങ്ങളോട് രണ്ടുപേരോടും പറഞ്ഞതാ, കുറച്ച് കഴിയട്ടെ, കുറച്ച് ഞാൻ എല്ലാവരോടും സംസാരിച്ച് ഞാൻ ശരിയാക്കി തരാമെന്നൊക്കെ ശ്രീകാന്തിനോടും പറഞ്ഞത്. പക്ഷേ എന്നെ പോലും പറ്റിച്ചിട്ടല്ലേ നിങ്ങൾ വിവാഹം കഴിച്ചത് എന്ന് രേവതി ചോദിക്കുക. നിങ്ങൾ കാരണം ഞങ്ങളുടെ ബന്ധം പോലും, ഞങ്ങളുടെ ഈ ദാമ്പത്യ ബന്ധം പോലും വലിയൊരു വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നത് എന്ന് രേവതി പറഞ്ഞപ്പോഴേക്കും വർഷയൊന്ന് പെട്ടെന്ന് തണുത്തോട്ടോ. വർഷ പറഞ്ഞ്, ഞങ്ങൾ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല, ഒരിക്കലും ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം, ഒരിക്കലും ഏട്ടത്തിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, രേവതി ഏട്ടത്തിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, ഞങ്ങളാണ് തെറ്റുകാർ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുവാണ്. അപ്പോഴേക്ക് സച്ചിക്ക് ദേഷ്യം വന്നു. സച്ചി പറഞ്ഞു, എനിക്ക് കൂടുതൽ ന്യായമൊന്നും കേൾക്കുമൊന്നും വേണ്ട, ഒരു കാരണവശാലും എനിക്ക് നിങ്ങൾ പറയുന്നൊന്നും കേൾക്കണ്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, മാത്രമല്ല വർഷയെക്കുറിച്ചും ദേഷ്യത്തോട് വർഷയോട് പറയുക, നിന്റെ അച്ഛനെ ആരാന്നൊക്കെ എനിക്കറിയാം, അതുകൊണ്ട് നീ കൂടുതൽ സംസാരിക്കാനൊന്നും വരണ്ട. അപ്പോഴേക്ക് ശ്രീകാന്ത് കയറി ഇടപെട്ടു. ശ്രീകാന്ത് പറഞ്ഞു, ഏട്ടാ എന്നെ എന്ത് വേണേലും പറഞ്ഞു, അവൾ ഈ കാര്യങ്ങളൊന്നും അറിയില്ല, അവൾ എന്നെ സ്നേഹിച്ചു എന്നൊരു തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഓഹോ, നിനക്കിപ്പോൾ ഇവളെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിനക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ? സ്വന്തം അച്ഛൻ ഇത്രയും നാളും വളർത്തി വലുതാക്കിയ അച്ഛനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റി നീയാ. അപ്പം എനിക്ക് എത്രത്തോളം സഹിക്കാൻ പറ്റുന്നുണ്ട്? എൻ്റെ അച്ഛനാ, നിനക്ക് ഇവളെ പറഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല, അപ്പം നിനക്ക് അച്ഛനെ നിനക്കൊരു വിലയില്ല
അറിയില്ലല്ലേടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ സച്ചി ദേഷ്യപ്പെടുക. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വർഷയ്ക്ക് ദേഷ്യം വന്നു. ഇതിന് മാത്രം പറയാൻ എന്തായിരിക്കുന്നത്, പ്രേമിക്കുന്നതും വിവാഹം കഴിക്കുന്നതും രജിസ്റ്റർ മാരേജ് ചെയ്യുന്നതൊക്കെ സർവ്വസാധാരണമല്ല, ഇതിന് മാത്രം തുള്ളാനൊന്നും ഇല്ലല്ലോ എന്നും പറഞ്ഞ് നമ്മുടെ വർഷയും. എന്തായാലും ശ്രീകാന്ത് വളരെ താഴ്മയോടുകൂടിയും സങ്കടത്തോടു കൂടിയിട്ടാണ് എനിക്ക് വീട്ടിലേക്ക് വരണം എന്ന് തോന്നുന്നുണ്ട്, എല്ലാവരെയും കാണണം എന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ നമുക്ക് ഒരുമിച്ചിരുന്ന് സംസാരിക്കാം. ഇനി എത്ര നാളായി പ്രശ്നം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ദയവ് ചെയ്തേട്ടാ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് എന്നൊക്കെ പറഞ്ഞ് കയ്യെ കാലെ പിടിക്കുകയാണ് കേട്ടോ. പക്ഷേ വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട, വീട്ടിലേക്ക് വരണം, നിന്നെ വീട്ടിലേക്ക് കയറ്റാടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി. എന്തായാലും ശ്രീകാന്ത് കുറെ കയ്യേക്കാലെ പിടിക്കുന്ന കണ്ടപ്പോഴേക്കും വർഷയ്ക്ക് ദേഷ്യം വന്നു. വർഷ പറഞ്ഞു, നീ എന്താ ഇതിന് മാത്രം സോറി പറയുന്നത്, ഇതൊക്കെ സാധാരണ നടക്കുന്ന കാര്യങ്ങളല്ല, ഇതിന് മാത്രം പറയേണ്ട കാര്യമുണ്ടോ? അല്ല, നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ശ്രീകാന്തിനെ എന്താ ചെയ്തത്, ശ്രീകാന്തിനെ തല്ലി, അന്ന് നിങ്ങൾ ദേഷ്യത്തിലായിരുന്നു, നിങ്ങളുടെ ദേഷ്യം ഇതുവരെ മാറാറില്ലല്ലോ, നിങ്ങൾക്ക് മാത്രമേ ദേഷ്യം വരുള്ളൂ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രേവതിയോടും ചോദിക്കുകയാണ്, നിങ്ങളുടെ കെട്ടിയോൻ എന്തൊക്കെ കാണിക്കണേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രേവതിയോട്. അപ്പോൾ രേവതി പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ദേഷ്യം കൊണ്ടല്ലേ അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ സങ്കടം കൊണ്ടല്ലേ പറയുന്നത്, സങ്കടം എന്ന് പറഞ്ഞാൽ അയാൾക്ക് മാത്രമൊന്നുമില്ല, ഇതൊക്കെ സർവ്വസാധാരണമാണ്, കല്യാണമൊക്കെ, അതിൻ്റെ പേരിൽ ഇങ്ങനെ നാടകം കളിക്കേണ്ട കാര്യമൊന്നുമില്ല. ശ്രീകാന്ത് ആണെങ്കിൽ വർഷം നീ മിണ്ടണ്ട, ഞാൻ സംസാരിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട്, സച്ചേട്ടാ ഞാൻ വരാം, നമുക്ക് ഇവിടെ ഇപ്പോൾ ആൾക്കാരൊക്കെ കൂടുന്നുണ്ട്, വെറുതെ നാണക്കേടാണ്, നമുക്ക് വീട്ടിൽ ഇരുന്ന് സംസാരിക്കാൻ, ഞാൻ വരാം, ഇവളെയും കൂട്ടി വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞപ്പോൾ ഈ പെണ്ണിനെ കൊണ്ട്, അച്ഛൻ്റെ ശത്രുവിൻ്റെ മോളെയും കൊണ്ട് നീ വീട്ടിലേക്കെങ്ങാനും വന്നോ, വെട്ടി അരിഞ്ഞു കളഞ്ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൻ ദേഷ്യത്തോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ. ഇവൻ നമ്മുടെ സച്ചി ഈ ശ്രീകാന്തിന് നേരെ കയ്യോങ്ങൊക്കെ ചെയ്യാണ്. വർഷ കയറി തടുക്കുക. ഇനി മേലാൽ ഇങ്ങനൊരു ചിന്ത പോലും നിന്റെ മനസ്സിൽ വേണ്ട, ഇവളെയും കൂട്ടി മേലാൽ വീട്ടിലേക്ക് നീ വന്നേക്കരുത്, നീയും വരണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി രേവതിയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുക. വർഷയ്ക്ക് ശരിക്കും ദേഷ്യമായി പോയിട്ടോ ഇയാളോട്, സച്ചിയോട്. എന്തായാലും വർഷയുടെ ആ ഒരു ദേഷ്യം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രീകാന്ത്, വർഷ എന്താ ഇത് എന്നിങ്ങനെ ചോദിച്ചപ്പോഴേക്കും, നീ എന്താ ഇയാളുള്ള വീട്ടിലേക്കാണോ എന്നെ കൂട്ടിക്കൊണ്ടു പോകാമെന്ന് പറഞ്ഞത്, മേലാൽ ഇയാളുള്ള വീട്ടിലേക്ക് ഇനി എന്നെ താമസിക്കാനോ എന്നെ കൂട്ടിക്കൊണ്ടു പോകാനോ ഈ സൈക്കോളുള്ള വീട്ടിലേക്ക് ഞാൻ വരില്ല എന്നും പറഞ്ഞുകൊണ്ട് വർഷയും ദേഷ്യത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് പോവുക. ശ്രീകാന്താണ് ഇതിനിടയ്ക്ക് കിടന്ന് ആകെ സങ്കടപ്പെടുവാണ് കേട്ടോ. എന്തായാലും തിരികെ പോകുന്ന വഴിക്ക് നമ്മുടെ രേവതി സച്ചിയെ ഉപദേശിക്കുക, നിങ്ങൾക്ക് ദേഷ്യം അടക്കാൻ അറിയാൻ പാടില്ലേ, ദേഷ്യം നിങ്ങൾ ഇങ്ങനെ കിടന്ന് ഒച്ച വെച്ചിട്ടോ അല്ലെങ്കിൽ പൊതു വേദിയിൽ ഇങ്ങനെ കിടന്നിട്ട് സംസാരിച്ചിട്ടോ വല്ല കാര്യമുണ്ടോ, നമ്മുടെ ദേഷ്യം നമ്മൾ കൺട്രോൾ ചെയ്യുകയാണ് വേണ്ടത്, അതാണ് ശരിക്കും വീരന്മാർ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, വീരന്മാരോ, ഞാനെന്താ വീരനല്ലേ, എടി എത്ര ആണുങ്ങൾ വന്നാലും ഞാൻ ഇപ്പം 4 ആൾ വന്നാലും ഞാൻ അടിച്ചവരെ ശരിയാക്കും, അത് റൗഡി, അത് വീരത്വമല്ല, അത് റൗഡിസം എന്ന് പറഞ്ഞുകൊണ്ട് രേവതി, ആഹാ ഞാനിപ്പം നിനക്ക് റൗഡിയായിട്ട് തോന്നുക അല്ലേ, കൊള്ളാലോടി എന്നും പറഞ്ഞുകൊണ്ട് സച്ചി. അപ്പോഴേക്കും എന്തായാലും ശ്രീകാന്ത് പറഞ്ഞതിൽ തെറ്റൊന്നും ഇല്ലല്ലോ എന്ന് ഈ രേവതി ഇങ്ങനെ ചോദിക്കുക. ശ്രീകാന്ത് പറഞ്ഞത് എന്താ, അദ്ദേഹം തെറ്റൊന്നും അവൻ പറഞ്ഞിട്ടൊന്നുമില്ല, അവന് കുടുംബത്തോടൊപ്പം നമ്മുടെ കുടുംബത്തിൽ ഒരുമിച്ച് താമസിക്കണമെന്ന് പറഞ്ഞത് തെറ്റാന്ന് പറയാൻ പറ്റുമോ, അവനൊരു വിവാഹം കഴിച്ചു ജീവിതകാലം മൊത്തം അവനെ മാറ്റി നിർത്താമെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്, അതാ ഒരിക്കലും ശരിയായ നടപടിയല്ല, മാത്രമല്ല അതിന് അവകാശവും ഇല്ല, നമ്മൾ ആരാ അത് പറയാനായിട്ട്, അച്ഛൻ കയറ്റാമെന്ന് തീരുമാനിച്ചാൽ എന്താ സച്ചേട്ടൻ പറയുമോ വേണ്ടാന്ന്, അവൻ കുടുംബസ്നേഹം ഉള്ളവൻ തന്നെയാ എന്ന് പറഞ്ഞപ്പോൾ, അയ്യോ കുടുംബസ്നേഹം ഉള്ളതുകൊണ്ടാണല്ലോ അച്ഛനെ കൊണ്ടുപോയിട്ട് ഈ സ്റ്റേഷനിൽ കൊണ്ട് നിർത്തിയത്, അതിനിപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, മാത്രമല്ല എൻ്റെ അച്ഛൻ്റെ ശത്രുവിൻ്റെ മകളെയാണ് പോയി കല്യാണം, എൻ്റെ അച്ഛനോട് അയാൾ എന്തൊക്കെ ദ്രോഹം ചെയ്തു എന്നറിയാവോ, അതിപ്പോൾ അവരറിഞ്ഞിട്ടാണോ സ്നേഹിച്ചിട്ടുണ്ടാവുക, അതൊക്കെ നോക്കിയിട്ട് സ്നേഹിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പ്രണയത്തെക്കുറിച്ച് വലിയ ഒരു ഉപന്യാസം തന്നെ സച്ചിയോട് പറയുകയാണ് രേവതി. അമിതമായിട്ട് ഇവള് പ്രണയത്തെയും അതുപോലെ തന്നെ ഈ ശ്രീകാന്തിനെയും വർഷയൊക്കെ സപ്പോർട്ട് ചെയ്ത് കണ്ടപ്പോഴേക്കും, നീ ഇങ്ങനെ പറയും കാരണം നീയാണല്ലോ സാക്ഷിയായിട്ട് ഒപ്പിട്ടതാ, നീ ഇത് പറയൂലോ, എൻ്റെ പൊന്നു സച്ചിയേട്ടാ വെറുതെ ആളെ വിട്, ഞാൻ ഇനി ഈ പരിപാടിക്കില്ലേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിയുടെ മുന്നിൽ കൈയെടുത്ത് തൊഴുക, എൻ്റെ പൊന്നോ വെറുതെ വേണ്ട, ആ കഥ കഴിഞ്ഞതല്ലേ, വീണ്ടും വീണ്ടും അത് എടുത്തിടണ്ട എന്ന് രേവതി ഇങ്ങനെ പറയാം. സച്ചി ചോദിച്ചു, ആ പെണ്ണിന് എന്തും മര്യാദ ഉണ്ട്, അവളുടെ വർത്താനം കേട്ടോ, അവൾ എന്നോട് ചാടിത്തുള്ളാൻ വന്നിരിക്കുന്നു, അവൾ തെറ്റ് ചെയ്തിട്ട് അവൾ എന്നോട് ചാടിത്തുള്ളാൻ വന്നിരിക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ രേവതി പറഞ്ഞു, നമ്മൾ ഒരാളോട് സംസാരിക്കുന്നത് പോലെയും നമ്മൾ ഒരാൾക്ക് മര്യാദ കൊടുക്കുന്നത് പോലെയുമാണ് നമുക്ക് തിരിച്ചും ആ റെസ്പെക്റ്റ് തിരിച്ചു കിട്ടുക. പിന്നെ ഞാൻ അവളെ കൈ തൊഴുത് അയ്യോ 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 എന്നും പറഞ്ഞിട്ട് അവളെ കൈ തൊഴുത് ഞാൻ ഇനി അവളോട് സംസാരിക്കാം, അവൾ അത്രയൊക്കെ പറഞ്ഞിട്ടും ശ്രീകാന്ത് ഒരു അക്ഷരം മിണ്ടാതെ അവളെ സപ്പോർട്ട് ചെയ്തല്ലേ സംസാരിച്ചത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും രേവതി പറഞ്ഞു, അതെ 4 ആളുടെ മുന്നിൽ ഭാര്യയെ വിട്ടുകൊടുക്കാതെ ഭാര്യയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതാണ് യഥാർത്ഥ ഭർത്താവ്, അങ്ങനെയാണ് ഓരോ ഭർത്താക്കന്മാരും ചെയ്യേണ്ടത്, അല്ലാതെ നിങ്ങളെപ്പോലെ അല്ല.
ഓഹോ നീ എൻ്റെ വലിയ അമ്മച്ചിമാർ സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നത്, എൻ്റെ മുത്തശ്ശി ഇതുപോലെയാണല്ലോ, അച്ഛമ്മ ഇതുപോലെയാണ് സംസാരിക്കുന്നത്, അതുപോലെയൊക്കെ സംസാരിക്കാൻ നീ ഇതിന് മാത്രം പ്രായമുള്ള ആളൊന്നും അല്ലല്ലോ. അപ്പോൾ ഇതിന് പ്രായവും പക്വതയൊന്നും ആവശ്യമില്ല, സാധാരണ അറിവും ബോധവും ഒക്കെ തന്നെ മതി. അതേടി എനിക്ക് അറിവില്ലാത്തവനും ബോധമില്ലാത്തവനൊക്കെ തന്നെയാ എന്നും പറഞ്ഞു നമ്മുടെ സച്ചി. അപ്പോഴേക്കും രേവതി പറഞ്ഞു, ഞാനിത് എൻ്റെ അച്ഛനിൽ നിന്ന് കണ്ടുപിടിച്ചതാണ്, ഇതാരും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല, എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതാണ് കണ്ടുപിടിച്ചത്. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, ഞാൻ ഇങ്ങനെയാ, ഈ സച്ചി ഇങ്ങനെയാ, ദേഷ്യം വന്നാൽ ദേഷ്യപ്പെടും, സങ്കടം വന്നാൽ കരയും, സന്തോഷം വന്നാൽ ചിരിക്കും, ഇതാണ് ഞാൻ. എനിക്കത് ഉള്ളിൽ വെച്ചിട്ട് എനിക്ക് അഭിനയിക്കാനൊന്നും അറിയത്തില്ല. അപ്പോൾ എന്തിന് അഭിനയിക്കണം? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാവർക്കും കുറവുകളും കുറ്റങ്ങളും ഉണ്ട്. അതോടുകൂടി തന്നെ അവരെ അങ്ങോട്ട് ഏറ്റെടുത്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. എല്ലാവരെയും ആ രീതിയിൽ അംഗീകരിച്ചാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഈ സംസാരം ഇവിടെ നിർത്തിയാലേ ഇനി ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ ഇത് നീ മേടിക്കും എന്ന രീതിയിലായി നമ്മുടെ സച്ചി. നിങ്ങളുടെ ഈ ദേഷ്യം കാരണം ആഹാരം കഴിക്കാൻ കയറിയിട്ട് കഴിക്കാൻ പറ്റാതെ ഇങ്ങ് തിരിച്ചു പോരേണ്ടി വന്നില്ലേ എന്ന് സച്ചിയോട് രേവതി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് സച്ചി പറഞ്ഞു, നിനക്ക് ആഹാരം കിട്ടിയാൽ പോരെ, ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ കയറി ആഹാരം കഴിച്ചാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അപ്പോൾ അവൾ പറഞ്ഞു, ഇനി ഒരു റെസ്റ്റോറൻറ്റിലും കയറണ്ട, ഇന്നലത്തെ ചോറിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, പോയി ഇച്ചിരി തൈര് ഒഴിച്ച് കുഴിച്ചാലേ ഈ ചൂടൊക്കെ ഒന്ന് തണുക്കും, അതാ നിങ്ങൾക്ക് ഏറ്റവും പറ്റിയ ആഹാരം എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയും മോനെ വെറുപ്പിച്ചിങ്ങനെ ഇരിക്കുക. ഇതേ സമയം നമ്മുടെ സത്യഭാമ ചന്ദ്രമതിയെ കാണാനായിട്ട് വീട്ടിലേക്ക് വരികയാണ്. ഭയങ്കര ചൂട്. അല്ല അവളെന്തിയ രേവതിയുടെ ഒരു ചായ എടുക്കാൻ പറഞ്ഞ് ഭയങ്കര ക്ഷീണം. രേവതി ഇവിടെ ഇല്ല, നീ ഇരിക്ക് സത്യഭാമേ, നീ ഇരിക്ക് ഭാമ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ഭാമയും കൂടെ ഇരിക്കുക. അല്ല ശ്രീകാന്തിൻ്റെ കാര്യം എന്തായി, സംസാരിച്ചു എല്ലാവരോടും എന്നൊക്കെ സത്യഭാമ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, വല്ല നടക്കണ കേസാണോ, ഇവിടെ ആണെങ്കിൽ എല്ലാവർക്കും അവനോട് ഭയങ്കര ദേഷ്യ, ആരെ ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് ആരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടാണ് ഇനിയിപ്പോൾ ചെയ്യുക. ഒന്നാമത് രവിയേട്ടനോട് എന്തൊക്കെയോ രവിയേട്ടനോട് എന്തൊക്കെ അയാൾ ചെയ്തതെന്ന് നമുക്ക് അറിയാവുന്നതല്ലേ, കോടതി വരെ കേട്ടി രവിയേട്ടനെ, അയാളുടെ മകളാണ്, രവിയേട്ടനെ ഞാൻ എങ്ങനെ പറഞ്ഞ് സമ്മതിപ്പിക്കും എന്നൊക്കെ ചന്ദ്രമതി ഇങ്ങനെ ചോദിക്കുക കേട്ടോ. ആ സമയത്താണ് രവീന്ദ്രൻ പുറത്ത് പോയിട്ട് വന്നത്. അപ്പോൾ രവീന്ദ്രൻ പുറത്ത് പോയിട്ട് വന്നതുകൊണ്ട് രവീന്ദ്രനോട് സത്യഭാമ കുശലമൊക്കെ ചോദിക്കുകയാണ് വന്ന വഴിക്ക്, എന്താ പുറത്ത് പോയതാണോ, ഇപ്പോൾ ആരോഗ്യം എങ്ങനെയുണ്ട്, അങ്ങനെയൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് ഈ നമ്മുടെ സത്യഭാമയും ചന്ദ്രമതിയും കൂടെ ഒരു കുശുകുശിപ്പ്. അപ്പോഴേക്കും എന്ത് പറ്റി രണ്ടുപേരും കൂടെ ഒരു ഗൂഢാലോചന? എന്ത് ഗൂഢാലോചന? ഒരു ഗൂഢാലോചനയില്ല, ഞാനേ വല്ല കുടിക്കാനെടുക്കാം, ചായ വല്ലതും എടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രമതി അകത്തേക്ക് പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, വേണ്ട ചന്ദ്രേ, ഞാനേ അശോകൻ്റെ വീട് വരെ പോയതായിരുന്നു, അവിടെ നിന്ന് ചായ കുടിച്ചു, അവിടെ ഇരിക്കുന്നീയ. അപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു, അതെ ശ്രീകാന്തിൻ്റെ കാര്യത്തിൽ എന്താ തീരുമാനം എടുത്തിരിക്കുന്നത്, ഇനി ഇങ്ങനെ അങ്ങ് അഴിച്ചുവിടാൻ പറ്റുമോ? അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതി പറഞ്ഞു, ശരിയാ, അതെ അവിടുത്തെ അവർക്ക് ഒറ്റ മോളല്ലേ, അവർ നമ്മുടെ മോനെ അങ്ങോട്ട് കൊത്തിക്കൊണ്ട് പോയി, അവർ ദത്തുപുത്രനാക്കിയാൽ പിന്നെ നമുക്ക് നമ്മുടെ മോനെ തിരിച്ചു കിട്ടുമോ? നമ്മുടെ മോനല്ലേ, ഞാൻ 10 മാസം ചോന്ന് പറ്റതല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ടാണ് നമ്മുടെ സച്ചി രേവതികളും കൂടെ വരുന്നത്. ബാക്കി എല്ലാവരും 20 മാസം ചുവന്നല്ലേ പ്രസവിക്കുന്നത്, നിങ്ങൾ 10 മാസം ചുവന്ന് പറ്റെങ്കിൽ അവനെ ഇവിടെ കയറ്റാൻ പറ്റില്ല എന്ന് തന്നെയാണ് നമ്മുടെ സച്ചി പറയുന്നത്. ഇത് കേട്ട് ചന്ദ്രമതി അന്തം വിട്ടിങ്ങനെ നിൽക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കണ്ട, കമൻറ്റ് ചെയ്യാനും മടിക്കണ്ട. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റു കഥകളൊക്കെ നമ്മുടെ ചാനലിലൂടെ ഇടുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു കാര്യം പറയാം, ഏതൊക്കെ ചാനലിലാണ് എന്തൊക്കെയാണ് ഇടുന്നത് എന്ന്. അപ്പോൾ നമ്മുടെ ഈ ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ വിശേഷം ഈ ഒരു ചാനലിൽ ടിക് 2 എന്ന ഈ ഒരു ചാനലിലൂടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ചാനലിൽ രാവിലെ നമ്മുടെ ഇഷ്ടമാത്രത്തിൻ്റെ പ്രൊമോയും എത്തുന്നുണ്ട്. പിന്നെ ടിക് 1 എന്നൊരു ചാനലിലൂടെ സാന്ത്വനവും അതുപോലെ നിങ്ങളുടെ പവിത്രത്തിൻ്റെ കഥയും വരുന്നുണ്ട്. പിന്നെ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്, ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും അഭിയുടെയും ജാനകിയുടെയും കഥയൊക്കെ ഇടാനായിട്ട്. അപ്പോൾ ഇതിലൂടെയൊക്കെ എല്ലാ ദിവസവും കഥകൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതൊക്കെ കാണണം, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം, നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾ എടുത്ത് നോക്കണം. അപ്പോൾ എല്ലാ ദിവസവും 1 മണിക്ക് നമ്മുടെ ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോൾ ഇതുപോലെയുള്ള അപ്കമിങ് എപ്പിസോഡുകൾ, നമ്മുടെ ചെമ്പനീർ പൂവിൻ്റെ അപ്കമിങ് എപ്പിസോഡുകൾ ഈ ഒരു ചാനലിലൂടെ വരുന്നതായിരിക്കും. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുകയും വേണം കേട്ടോ. എല്ലാ ദിവസവും നോട്ടിഫിക്കേഷൻ കിട്ടിയില്ലെങ്കിലും കയറി കാണുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.